നമ്മുടെ ഭാരതത്തിലെ, പ്രത്യേകിച്ചും കേരളത്തിലെ സമരരീതികൾ പലതും കാലഹരണപ്പെട്ടവയാണ്. ജനാധിപത്യ സമ്പ്രദായത്തിൽ ന്യായമായ പ്രതിഷേധങ്ങൾ ആവശ്യവും സ്വാഗതാർഹവുമാണ്. രാഷ്ട്രീയ പാർട്ടികളും സഖ്യങ്ങളും ട്രേഡ് യൂണിയനുകളുമെല്ലാം പുതിയ കാലഘട്ടത്തിനനുസരിച്ച് അനുയോജ്യമായ സമരരീതികളെപ്പറ്റി ആലോചിക്കേണ്ടതും കണ്ടെത്തേണ്ടതുമാണ്. സ്വാതന്ത്ര്യ സമരകാലത്ത് ഗാന്ധിജി നിരാഹാര സമരം ഒരു ശക്തമായ ആയുധമായി അന്നത്തെ ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരെ ഉപയോഗിച്ചിരുന്നു. എന്നാൽ ആധുനിക യുഗത്തിൽ അത് അപൂർവമായി മാത്രമേ കാണാറുള്ളൂ. ഇന്നൊരു നേതാവ് നിരാഹാരം കിടന്നാൽ പൊതുജനങ്ങൾ പോയിട്ട് സ്വന്തം അണികൾ പോലും അദ്ദേഹത്തോടൊപ്പം ഭക്ഷണം കഴിക്കാതിരിക്കുമെന്ന് തോന്നുന്നില്ല. പല രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെയും മൂല്യച്യുതിയെയാണിത് കാണിച്ചു തരുന്നത്. സാധാരണ ജനങ്ങളുടെ തൊഴിൽ ചെയ്യാനുള്ള അവകാശം, സ്വന്തം വ്യാപാര സ്ഥാപനങ്ങൾ സുഗമമായി നടത്തിക്കൊണ്ടുപോകാനുള്ള സ്വാതന്ത്ര്യം, രാജ്യത്തിനുള്ളിലെ സഞ്ചാര സ്വാതന്ത്ര്യം ഇവയൊക്കെ തടയുന്നത് പരിഷ്കൃത സമൂഹത്തിന് ഒട്ടും യോജിച്ചതല്ല. ഹർത്താൽ ദിവസങ്ങളിൽ ആക്രമണങ്ങളും കയ്യേറ്റങ്ങളും വേണ്ടിവരുന്നത് പൊതുജനങ്ങളുടെ പിന്തുണയില്ലായ്മ കൊണ്ട് മാത്രമാണ്. അത്തരം ജനദ്രോഹ പ്രവൃത്തികൾ ഒരു പ്രസ്ഥാനത്തിൻ്റെയും ദീർഘകാല വളർച്ചയ്ക്ക് ഉപകരിക്കുമെന്ന് തോന്നുന്നില്ല. പൗരന്മാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതെന്തും സാമൂഹ്യവൽക്കരിക്കപ്പെടേണ്ടതും എതിർക്കപ്പെടേണ്ടതും ഒപ്പം നിയമപരമായി നടപടിയെടുക്കപ്പെടേണ്ടതുമാണ്. ഹർത്താലിൽ സ്വമേധയാ പങ്കെടുക്കണോ വേണ്ടയോ എന്നത് ഓരോ വ്യക്തിയുടെയും, അതായത് വിദ്യാർത്ഥിയുടെയോ തൊഴിലാളിയുടെയോ ജീവനക്കാരൻ്റെയോ മുതലാളിയുടെയോ ഒക്കെ തീരുമാനമാകണം. ജനസ്വാതന്ത്ര്യത്തിനെതിരെയുള്ള ഏതൊരു പ്രവൃത്തിയും കൂടുതൽ ജനപങ്കാളിത്തത്തോടെ ചെറുത്തു തോൽപ്പിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെയും ഒപ്പം രാജ്യത്തിൻ്റെയും വികസനത്തിന് ഒരുപാട് ഗുണം ചെയ്യും.